ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് 2025 ഓഗസ്റ്റ് മാസം സെറ്റ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസാണ്. അപ്പോൾ ആ ഒരു സീരീസിലെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. നിലവിൽ ഓൾറെഡി നമ്മൾ 2 പാർട്ട് വീഡിയോകൾ ചെയ്തതാണ്. ഇൻ കേസ് അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറയപ്പെടുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ കോച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 21 മുതലുള്ള ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനോടകം 20ഓളം ക്വസ്റ്റ്യൻസ് 2 പാർട്ടുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഒന്ന് ശ്രദ്ധിക്കുക. 21st ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദ സ്ക്രിബ്ലറസ് ക്ലബ്? ആലോചിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട നോട്ട് എന്നുള്ള ടേമാണ്. അതായത് ആ ഒരു ക്ലബിൽ അംഗമല്ലാത്ത വ്യക്തി ആരെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ജോസഫ് എഡിസൺ ആണ്. ഇതൊക്കെ നിയോ ക്ലാസിക്കൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് അവർ ചേർന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബാണ് ഈ പറയപ്പെടുന്ന സ്ക്രിബ്ലറസ് ക്ലബ്ബ്. അതിൽ ആരൊക്കെ അന്നേരം മെമ്പേഴ്സ് ആണ്? തോമസ് പാർണൽ മെമ്പേഴ്സാണ്, അലക്സാണ്ടർ പോപ്പ് മെമ്പറാണ്, ദെൻ ജോൺ ഗേ മെമ്പറാണ്. ആ രീതികളും ആലോചിക്കണം. ചിലപ്പോൾ ഇതിപ്പോൾ ആരാണ് മെമ്പർ അല്ലാത്തതെന്ന് ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്തായിരിക്കാം? ആരാണ് അതിൽ മെമ്പേഴ്സ് ഉള്ളവർ? ചിലപ്പോൾ അതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് എന്ന രീതിയിലാവാം ചോദ്യം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പോയംസ് ലൈക്ക് ദ അൾത്താർ ആൻഡ് ഈസ്റ്റർ വിങ്സ് ഡാഷ് എക്സ്പ്ലോയിറ്റ്സ് ഡാഷ്. ഇവിടെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സ്പ്ലോയിറ്റിനേക്കാൾ നല്ല എക്സ്പ്ലോസ് എന്നുള്ള രീതിയിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്നാലും ഇത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം ആദ്യം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ കൊടുക്കണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? ദ ഓതർ ഓഫ് ദീസ് വർക്ക്സ്. അതായത് അൾത്താർ ആൻഡ് ഈസ്റ്റർ വിങ്സ് എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട വർക്ക്സ് ആണ്, പോയംസ് ആണ്. അത് എഴുതിയ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം കിട്ടി. അത് എഴുതിയ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ജോർജ് ഹെർബർട്ടാണ്. ജോർജ് ഹെർബർട്ടിൻ്റെ പോയംസ് ആണ് ദ അൾത്താർ ആൻഡ് ഈസ്റ്റർ വിങ്സ്. അതിൽ അദ്ദേഹം എക്സ്പ്ലോസ് ദ ടൈപ്പോഗ്രാഫിക് സ്പേസ്. ആ ഒരു സ്പേസിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the theorist who divided poets into strong and weak and popularized the practice of misreading. ഇപ്പോൾ പ്രധാനമായിട്ട് ആലോചിച്ചാൽ മിസ്റീഡിങ്, ദ പ്രാക്ടീസ് ഓഫ് മിസ്റീഡിങ് കൊണ്ടുവന്ന വ്യക്തിയും അതേസമയം പോയറ്റ്സിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആരൊക്കെയായിട്ട്? സ്ട്രോങ് എന്നും വീക്ക് എന്നും. ഈ പറയപ്പെടുന്ന ഡിവിഷൻ ക്ലാസിഫിക്കേഷനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള തിയറിസ്റ്റ് ആരാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഹാരോൾഡ് ബ്ലൂമാണ്. അപ്പോൾ ഹാരോൾഡ് ബ്ലൂമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? സ്ട്രോങ് ആൻഡ് വീക്ക് എന്ന് പറയപ്പെടുന്ന പോയറ്റ്സിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ദ പ്രാക്ടീസ് ഓഫ് മിസ്റീഡിങ് കൊണ്ടുവന്നിട്ടുള്ള പ്രാക്ടീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരോൾഡ് ബ്ലൂമാണ്. 24th ക്വസ്റ്റ്യൻ. ദ പീരിയഡ് ഓഫ് ക്യൂൻ വിക്ടോറിയസ് റെയിൻ ഈസ്. അതായത് ക്യൂൻ വിക്ടോറിയയുടെ ഭരണകാലഘട്ടം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1837 to 1901. മേ ബി എല്ലാവരും ഇതിലായിരിക്കും ഫോക്കസ് ചെയ്യുക. 1901 ഇതിലും ഉണ്ട്. അപ്പോൾ ആലോചിച്ചാൽ 1901 ആണ് എൻഡ്, അല്ലെങ്കിൽ എന്താ, ദ ഡെത്ത് ഓഫ് ക്യൂൻ വിക്ടോറിയ. പക്ഷേ ഇതിലേക്ക് വന്നത് ഏത് മുതൽ? 1837 ആണ്. അപ്പോൾ അത് മറക്കരുത്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ വർക്ക് ബിലോ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ലിറ്ററേച്ചർ ഓഫ് ദി 18th century. 18ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന വർക്കിൽ ഉൾപ്പെടാത്ത വർക്ക് ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ചില ടേംസ് ആണ് ആദ്യം ക്വസ്റ്റ്യൻ, ഡസ് നോട്ട് ബിലോങ്. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ബാക്കി ഗള്ളിവേഴ്സ് ട്രാവൽസ് ആയിക്കോട്ടെ, ദ സ്പെക്ടേറ്റർ ആയിക്കോട്ടെ, ആൻഡ് എപ്പിസൽ ടു ഡോക്ടർ എർബത്ത് നോട്ട് ആയിക്കോട്ടെ, ഇതെല്ലാം ഏതാണ്? വിച്ച് ബിലോങ്സ് ടു ദ 18th century. ഈ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എഴുതിയ വ്യക്തി ആരാണ്? അത് എഴുതിയത് ആരാണ്? ഫ്രാൻസിസ് ബേക്കൺ ആണ്. മറക്കരുത്, ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹം ഹീസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ് ആണ്. അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള എഡിഷൻസ് ആണ്. ഫസ്റ്റ് എഡിഷൻ 1597 ആണെന്ന് തോന്നുന്നു, ദെൻ 1612, ദെൻ 1625. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ 3 എഡിഷനിലായിട്ട് മൊത്തം ഇൻ ടോട്ടൽ 58 എസ്സേസ് ആണ് ലാസ്റ്റ് ആ ഒരു 1625 ആയപ്പോഴത്തേക്കും ടോട്ടൽ എസ്സേസ് എന്ന് പറഞ്ഞ കളക്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയെന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. ഏറ്റവും ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. അതായത് ജോഫ്രി ചോസറാണ് എന്ത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ആയിട്ട് അറിയപ്പെടുന്നത്. 27. ദ സബ്ജുഗേഷൻ ഓഫ് വിമൻ പബ്ലിഷ് ഇൻ ദ ഇയർ 1869 ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ഓഫ്. ഇവിടെ എന്താ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഓതർ ഓഫ് ദ വർക്ക് ടൈറ്റിൽ ആസ് ദ സബ്ജുഗേഷൻ ഓഫ് വിമൻ പബ്ലിഷ് ഇൻ ദ ഇയർ 1869 ആണ്. ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ
ജോൺ മില്ലാണ്. ശരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ജോൺ മിൽ എന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യില്ല. നിങ്ങളുടെ സിലബസ് ചിലപ്പോൾ എന്താ JS മിൽ എന്നായിരിക്കും. ജോൺ സ്റ്റുവർട്ട് മില്ലാണ്. ഇത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആർട്ട് ഫോർ ആർട്സ് സേക്ക് ഫൗണ്ട് ഇറ്റ്സ് ട്രൂ അഡ്ഹറൻറ്റ് ഇൻ ദ റൈറ്റിംഗ്സ് ഓഫ് ഓസ്കാർ വൈൽഡ്. മനസ്സിലായോ? ആർട്ട് ഫോർ ആർട്സ് സേക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് അത് കൂടുതലായിട്ടും ആരുടെ രചനകളിലാണ് കൂടുതലായിട്ടും റിഫ്ലക്റ്റ് ആയെന്ന് ചോദിക്കുക. അത് ഓസ്കാർ വൈൽഡിൻ്റെ വർക്ക്സുകളിലാണ്. ദെൻ 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ആസ് എ ഇവിടെ ഒരു ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ് ആസ് എന്നല്ല, ഇറ്റ് വാസ് ആണ്. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഓഫ് ടൈം. ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ്, ദ ഓപ്പണിംഗ് ഓഫ് ഡാഷ് ഡിക്കൻസ്. അതായത് ചാൾസ് ഡിക്കൻസ് തന്നെ എഴുതിയിട്ടുള്ള ഒരു നോവലിൻ്റെ തുടക്ക ലൈനാണ്. അത് ഏതാണ് വർക്ക് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ്. എ ടെയിൽ ഓഫ് 2 cities എന്ന് പറയപ്പെടുന്ന വർക്കിലാണ് അദ്ദേഹം ഇങ്ങനെ തുടങ്ങി. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ് ആൻഡ് ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഓഫ് ടൈം എന്ന് പറയും. ദെൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടർ ഓഫ് ലിറ്റിൽ നെയിൽ ഈസ് എ ക്രിയേഷൻ ഓഫ് നൺ അതർ ദാൻ ചാൾസ് ഡിക്കൻസ്. ചാൾസ് ഡിക്കൻസിൻ്റെ ക്രിയേഷനാണ് ലിറ്റിൽ നെയിൽ എന്ന് പറയപ്പെടുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 30ഓളം ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. അതായത് 21st 30, അതായത് ഒരു 10ഓളം ക്വസ്റ്റ്യൻ പുതിയതായിട്ട് പരിചയപ്പെടുത്തും. അപ്പോൾ ഇതാണ് നമ്മൾ പാർട്ട് 3 എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള പാർട്ട് വീഡിയോസ് നിർബന്ധമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ചാനൽ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ തന്നിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷോർ അക്കാഡമി. താങ്ക് യു.